വെൽക്കം വൺസ് അഗൈൻ ടു ലിറ്റിൽ ലോകനാഥ് ലൈഫ് കോച്ചിത്തില. അപ്പോൾ മിക്കപ്പോഴും എൻ്റെ ടോപ്പിക്ക് തന്നെ ഈസ് അബൌട്ട് ദ കപ്പിൾ, മാരീഡ് കപ്പിളിനെ കുറിച്ചാണ്, അവരുടെ ഒരു സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ്. അപ്പോൾ ഒരു ലോങ്ങിവിറ്റിയിൽ ഒരു ലോങ് ഇയേഴ്സ് മാരീഡ് ലൈഫ് ആസ്വദിച്ചവരോട് ചോദിച്ചാൽ അവർ പറയും, അവർ വഴക്കുണ്ടാക്കാത്തവരല്ല, അവർ വേദനിക്കാത്തവരല്ല, അവർ പരസ്പരം ക്ഷമിക്കാത്തവരല്ല, അവർ മറക്കാത്തവരല്ല. എല്ലാമാകുന്ന തീച്ചൂളയിലൂടെ കടന്നു പോയവർക്ക് മാത്രമാണ് ഒരു വലിയ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിയാൻ പറ്റുക. കാരണം നമ്മളൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസാണ്, യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസാണ് നമുക്കുള്ളത്. അത് ഓരോ നിമിഷവും ചലഞ്ച് ചെയ്യപ്പെടാവുന്നതാണ് നമ്മൾ വേറൊരാളുടെ കൂടെ സ്നേഹത്തിൽ പോകുക എന്ന് പറയുന്നത്. അപ്പോൾ വലിയൊരു കാഴ്ചപ്പാട്, വലിയൊരു മാറ്റം, വലിയൊരു മനസ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ളൊരു മാരീഡ് ലൈഫ് നമുക്ക് അല്ലാതെ ആർക്കും സ്വപ്നതുല്യമായിട്ട് ഒരിക്കലും കിട്ടത്തില്ല. കൺസിസ്റ്റ് ഓഫ് പെയിൻ, സഫറിങ്, ബട്ട്സ് വെരി പ്രഷ്യസ് മൊമെൻറ്റ്സ്, ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മൾ തീവ്രമായ സ്നേഹത്തിലാണ്, തീവ്രമായ പ്രേമത്തിലാണ്, തീവ്രമായ കാമത്തിലുമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഫാക്റ്റ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കടിച്ചു കീറും, നമ്മുടെ ദേഷ്യം സഹിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും പിരിയാമെന്നൊരു വാക്ക് പറയരുത് എന്നാണ് പറയുന്നത്. നമ്മൾ കൊല്ലും എന്ന് പറയും, തിന്നും എന്ന് പറയും, പലതും നമ്മൾ പറയും. ദേഷ്യം വരുമ്പോൾ നമ്മുടെ നാക്ക് കൺട്രോൾഡ് ആവണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്, എസ്പെഷ്യലി സ്ത്രീകളുടെ കാര്യത്തിൽ. പക്ഷേ നമ്മളൊരിക്കലും ഉപയോഗിക്കരുതാത്തൊരു വാക്കുണ്ട്, ഡിവോഴ്സ് അല്ലെങ്കിൽ പിരിയാം എന്നുള്ളത്. അത് നമ്മുടെ അടിത്തട്ടിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ, മെൻ്റലി, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി നമ്മൾ അങ്ങനെ അഗാധമായ ഒരു ബന്ധത്തിലാണ് എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ തോന്നത്തില്ല. സോ ലെറ്റ്സ് ലീവ് ദാറ്റ് വേർഡ് ഡിവോഴ്സ്. താങ്ക് യു സോ മച്ച്.